സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ ചെയ്യുന്ന വീഡിയോ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് കേരള പഴനി എന്ന് പറയുന്നതാണ്. നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ശക്തൻ തമ്പുരാൻ സ്റ്റാൻഡിൽ നിന്ന് ഒരു 18 രൂപ പോയിന്റിൽ നമുക്ക് എത്താവുന്ന ഒരു സ്ഥലമാണ് ഈ കേരള പഴനി എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ തൃശ്ശൂർ അതല്ലെങ്കിൽ നമുക്ക് ഇരിങ്ങാലക്കുട എന്ന് നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂർ റൂട്ട് വന്നെങ്കിൽ ഹൈവേയിൽ ഉള്ളൂരിൽ നിന്ന് നമ്മൾ ഹൈവേ കട്ട് ചെയ്ത് വലത്തോട്ട് പോകുന്നതാണ് ഈ പറഞ്ഞ ഈ പുത്തൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായിട്ട് അവിടെ ഉണ്ട്. ഒരു 10 വർഷത്തെ താഴെയായിട്ടുള്ളൂ ഈ പടികളെല്ലാം പണിതിട്ട്. അത് അവിടുത്തെ പരിസരത്തുള്ള ആൾക്കാരും ഇവിടെയുള്ള ഭക്തരും അതിൽ നാനാജാതിക്കാരുണ്ട് കേട്ടോ. അവരുടെയൊക്കെ പ്രയത്നഫലമായിട്ടാണ് ഈ പടികൾ അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പടികൾ നിർമ്മിക്കുകയും മുരുകൻ്റെ പ്രതിമ കയറി വരുന്ന വഴിയിൽ വയ്ക്കുകയും എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇതിന് സോഷ്യൽ മീഡിയയിൽ കൂടുതലും പരസ്യങ്ങളും വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ക്ഷേത്രം പെട്ടെന്ന് പോപ്പുലറായത്. അപ്പോൾ ക്ഷേത്രം പരിസരവാസികൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് രാവിലെ 5 മണി കഴിയുമ്പോൾ നട തുറക്കും, 11:30 മണി വരെ ഉണ്ടാവും. വൈകുന്നേരം 5:30 മണിക്ക് നട തുറക്കും, 7 മണിയാകുമ്പോൾ നട അടയ്ക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമ്മളൊരു വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം, നമുക്ക് കയറുമ്പോൾ തന്നെ ഇടത്തെ വശത്തായിട്ട് ഗണപതി ചെറിയൊരു ക്ഷേത്രമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പടികൾ കയറാൻ. ഗണപതി എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യ ദേവൻ്റെ ജ്യേഷ്ഠനാണല്ലോ, ഒരു സഹോദരന്മാരാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് കയറി പോകുമ്പോൾ ഒരു 20-25 പടികൾ കഴിയുമ്പോൾ ചെറുതായിട്ട് നമുക്ക് വിശ്രമിക്കാൻ വേണ്ടി ഇടതും വലതും സൈഡിലായിട്ട് ഇരിക്കാൻ ഒരു 4 പേർക്ക് ഇരിക്കാവുന്ന ചെറിയ ടൈൽസിൻ്റെ ഒരു ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മൾക്ക് മുന്നോട്ട് കയറിപ്പോകും. അത് ഇറങ്ങാനും കയറാനും 2 സ്ഥലങ്ങളുണ്ട്. നടുക്ക് അവർ സ്റ്റീലിൻ്റെ പൈപ്പുകൾ പാകിയിട്ടുണ്ട്, ആൾക്കാർക്ക് പിടിച്ച് നടക്കും. 2 വശങ്ങളിലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ കയറി പോകുന്നത് നമുക്ക് തൃശ്ശൂർ നഗരത്തിൻ്റെ ബിൽഡിങ് പണിയുന്ന ഉള്ള നഗരത്തിൻ്റെയൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. ഇനി ഈ പടികൾ കയറി പോകാണ്ട് തന്നെ നമ്മൾക്ക് കാറിലോ വാഹനത്തിലോ ഈ അമ്പലം എത്തുന്നതിന് മുമ്പ് ഇടത്തോട്ടൊരു വഴിയാണ്, അമ്പലം കഴിഞ്ഞ ഇടത്തോട്ടൊരു വഴിയുണ്ട്. ഈ 2 വഴി പോയാലും നമുക്ക് അമ്പലത്തിൻ്റെ ഈ ഒരു ഏരിയ കാണുന്ന ഏരിയയിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. ഊട്ടുപുരയുടെ അവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റും. 40ഓളം കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളൂ. പിന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കുള്ള ബാത്റൂം സൗകര്യങ്ങളുണ്ട്, കുട്ടികളെ ഫീഡ് ചെയ്യാൻ സൗകര്യങ്ങളുണ്ട്. അതേപോലെ അന്നദാനമുണ്ട്. അന്നദാനത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം. ഇവിടം വരെ നമുക്ക് ചെരുപ്പ് 8 വരെ ഇവിടെയാണ് നമ്മൾ ചെരുപ്പുകൾ ഊരി അഴിച്ചു വെച്ച് കയറേണ്ടത്. ഞാൻ എത്തിയത് വൈകുന്നേരം ഒരു 4 മണി 4:15. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ തിരക്ക് കുറവായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ തന്നെ തിരക്കുണ്ടായിരുന്നു, ആൾക്കാർ പറയണ്ടായിരുന്നു. അപ്പോൾ വരുന്ന ആൾക്കാർ കൂടുതലും നമ്മുടെ കേരളത്തിലെ ആൾക്കാർ തന്നെയാണ്. 1-2 പാലക്കാട് ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും തന്നെ 5:30 മണിക്ക് നട തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ അമ്പലം ട്രസ്റ്റാണ് മാനേജ് ചെയ്യുന്നത്. ഇവിടെ ഫ്രണ്ട് വശം നമുക്ക് കാണുമ്പോൾ പഴനി തമിഴ് സ്റ്റൈലിലാണ് പെയിൻറ്റിങ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതിലൊരു ആൽമരമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ 2 വശങ്ങളിലും അവിടെ പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭാവനകളുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഇവിടെയാണ് വാഹനങ്ങൾ വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. അതിനോട് ചേർന്നാണ് ഊട്ടുവരയുള്ളത്. ഇതാണ് ഊട്ടുവര. പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കിങ്ങനെ വണ്ടിയിൽ വന്നിട്ട് അമ്പലത്തിലോട്ട് നടന്ന് കയറാവുന്നേ ഉള്ളൂ. ശരിക്കും ഈ അമ്പലത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ചോച്ചേരിക്കുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നാണ്.
പിൽക്കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ പടികളൊക്കെ വന്ന ശേഷമാണ് കേരള പഴനി എന്നറിയപ്പെടാനുള്ള ഒരു കാരണം. വൈകുന്നേരങ്ങൾ താഴ്വാരം കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതിപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി നടന്നു പോകുന്നത് നാഗ ദേവതമാരുടെ പ്രതിഷ്ഠയുടെ അടുത്തോട്ടാണ്. ഒരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. പിന്നെ കാറ്റും അത്യാവശ്യം നന്നായിട്ട് തന്നെ കാറ്റും ഉണ്ടായിരുന്നു. ഈ വഴിയിൽ കൂടിയാണ് ഈ വാഹനങ്ങൾ കുന്ന് കയറി വരുന്നത്. അപ്പോൾ 2 വഴിയുണ്ടെന്ന് പറഞ്ഞു. ഒരു വഴി ഇത്തിരി സ്റ്റീപ്പാണ്, കുത്തനെയുള്ള കയറ്റമാണ്. മറ്റേ വഴി അത്രയും കയറ്റമില്ല. ഞാൻ ഏതെങ്കിലും പടികൾ നടന്നാണ് വന്നത്. ഞാൻ ഈ പുത്തൂർ വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷയിലാണ് 50 രൂപ പോയിൻ്റ് അമ്പലത്തിൻ്റെ മുന്നിൽ വന്നിറങ്ങിയത്. പടികൾ കയറി പോകുന്നു. ഇനി പടികൾ കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 40 രൂപ കൊടുത്താൽ 90 രൂപയ്ക്ക് അവർ അമ്പലത്തിന് ഈ പറഞ്ഞ പാർക്കിംഗ് ഏരിയ ഊട്ടുവരെ എടുത്തുകൊണ്ട് നമ്മളെ ഇറക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ അമ്പലത്തിൻ്റെ ഗോപുര നിർമ്മാണത്തിന് ഉദാഹരണമായിട്ട് സംഭാവന താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ നമ്പർ നോട്ട് ചെയ്ത ശേഷം ഒരു വെബ്സൈറ്റ് കൂടി ഉണ്ട്, keralapalaniteMple.com. ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട ശേഷം അക്കൗണ്ട് നമ്പർ അവിടെ മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് സംഭാവനകൾ കൊടുക്കാവുന്നതാണ്. അവിടെ പണികൾ നടക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ചെല്ലുന്നത് ശ്രീ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലാണ്. അപ്പോൾ മുരുകൻ്റെ അമ്പലത്തിലൂടെ കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഗണപതിനെ തൊഴുതാണ് കയറുന്നത്. മുരുകൻ്റെ അമ്പലം കഴിഞ്ഞ് അതിൻ്റെ ഇടത്തെ വശത്തായിട്ട് നാഗദേവതകളും വലത്തെ വശത്തായിട്ടാണ് അയ്യപ്പസ്വാമിയുടെ അമ്പലമുള്ളത്. ശരിക്കും പെട്ടെന്ന് നമ്മൾ നോക്കിയാൽ ടിപ്പിക്കലായിട്ടുള്ളൊരു തമിഴ് അമ്പലത്തിൻ്റെ ചിത്രപ്പണികളും ആ പെയിൻറ്റിങ്ങും എല്ലാം അവർ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ വിശാലമായ ഒരു മുറ്റവും നല്ലൊരു അന്തരീക്ഷം നമുക്ക് അമ്പലത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത്. എനിക്കൊരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചാൽ ചെന്ന സമയത്ത് തിരക്കൊട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾക്ക് ചുറ്റും നടന്ന് കാണാനും എല്ലാം പറ്റിയിരുന്നു. പിന്നെ അമ്പലത്തിനകത്ത് നമുക്ക് വീഡിയോ ഫോട്ടോ എടുക്കാനുള്ള അനുവാദം ഇല്ലല്ലോ, അത് നമ്മൾ ഒഴിവാക്കി. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് കാഴ്ചബംഗ്ലാവ് ടൗണിൽ നിന്ന് മാറ്റി ഈ പുത്തൂരി അമ്പലത്തിലോട്ട് എത്തുന്നതിന് മുമ്പ് ഒരു 300 ഏക്കറിലാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടനെ തീരുമെന്നാണ് പ്രതീക്ഷയെങ്കിലും ചുരുങ്ങിയത് ഇനിയും ഒരു 2 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഈ പുത്തൂർ എന്ന് പറഞ്ഞ ഗ്രാമം ശരിക്കും മാറും. കാരണം ആദ്യം കാഴ്ചബംഗ്ലാവ് സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് ക്ഷേത്രത്തിലോട്ടുള്ള വരവും കൂടും. ഇപ്പോൾ അവിടെ 3 കടകളുള്ളൂ. അതിൽ ഒരു കടയിൽ മാത്രമേ നമുക്ക് ചായ കിട്ടുള്ളൂ. ബസ്സുകളുണ്ട്, പക്ഷേ ബസ്സുകൾ അമ്പലത്തിന് മുന്നിൽ കൂടി പോകുന്ന കുറവാണ്. നമ്മളൊരു 200 മീറ്റർ നടന്നാൽ വേറെ ജംഗ്ഷനിൽ വരും, അവിടെ നമുക്ക് ബസ് കിട്ടും. അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പുത്തൂർ വന്ന് ഇറങ്ങാൻ വേണ്ടി 50 രൂപ നേരത്തെ പറഞ്ഞു വിട്ട് അവിടെ നമുക്ക് നേരെ ഷട്ടൽ സ്റ്റാൻഡിലോട്ട് ബസ് കിട്ടും. 18 രൂപയാണ് ബസ്സിന് ഇപ്പം നിലവിൽ വരുന്നത്. അപ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ പോകേണ്ട ഒരു ക്ഷേത്രമാണിത്. അവിടെ കിട്ടുന്നൊരു അന്തരീക്ഷവും എല്ലാം അവിടെ ചെന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കേരള പഴനി എന്ന് പറഞ്ഞാൽ പഴനി പോലെ അത്രയും വലിയൊരു അമ്പലം അല്ലെങ്കിലും അതിനോട് ചേർന്നുകൊണ്ടൊരു അമ്പലം. കുറച്ച് നല്ല സമയങ്ങൾ, പ്രത്യേകിച്ച് വൈകുന്നേരം തന്നെയാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോകുന്ന ആൾക്കാർക്ക് ഈ അമ്പലം തീർച്ചയായിട്ടും പോകണം. വീഡിയോ ഇഷ്ടമാകുന്നതായിരിക്കും.